തമ്പ്രാ തമ്പ്രാ. ഓ ആരാ അങ്ങ്? ഞാനാണ് ചാത്തുണ്ണി. ഓ ചാത്തുണ്ണിയോ? എന്താടോ? തമ്പ്രാന് വേണ്ടപ്പെട്ട ഒരു കാര്യം സാധനം ഞാൻ കണ്ടായിരുന്നു. കേറി വാ. തമ്പ്രാന് വേണ്ടപ്പെട്ട ഒരു സാധനം അടിയൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട സാധനം കോറ. എന്താ എനിക്ക് വേണ്ടപ്പെട്ട സാധനം? ചാത്താങ്കി മോതിരം. ചാത്താങ്കി മോതിരം എവിടെ? എവിടെ അത്? എനിക്കിപ്പോ അറിയണം, എനിക്കിപ്പോ അറിയണം അത്. അടിയനറിയാം. ആണാ എനക്കെന്താ ഉപകാരം? ചാത്തുണ്ണി എന്റെ പേരും ചോദിച്ചല്ലേ? 1000 പൊന്മണം തരുന്ന നിനക്കും നിന്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കാൻ അത്ര സമ്പാദ്യം തരുന്ന എവിടെയുള്ളതെന്ന് പറ. എനക്കത് വേണം, എനക്ക് താ. രാത്രി വിളി. ഓ ചാത്താങ്കി മോതിരം നമ്മുടെ കയ്യിലാ. ചാത്തുണ്ണി ഇത്ര നേരം എവിടെയായിരുന്നു? നിനക്ക് വാക്കിന് വിലയില്ലല്ലോ. ഞാൻ നിന്നെ പറ്റിക്കല്ല, പറഞ്ഞ നീ കൂടുതലുണ്ട്. ചാത്തുണ്ണി നിന്ന് ഈ കാര്യോ എനക്കും നിനക്കും അല്ലാതെ വേറെ ആർക്കും അറിയാമോ? ഇല്ല. അപ്പൊ ഈ കാര്യം വേറെ ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകില്ല. ഇനി നിന്നെ വിട്ടാ എന്റെ സാധനത്തിൽ നീ പേര് പറഞ്ഞു. എന്നെ വിശ്വസിച്ചത് നിന്റെ തെറ്റ്. ചാത്തുണ്ണി നീയും എന്നെപ്പോലുള്ള എല്ലാവരും എന്നെപ്പോലുള്ള കടിമകൾ മാത്രമാണ്. എന്റെ നേരെ തലപൊക്കാൻ പാടുള്ളൂ. സത്തവന് ഇതിന്റെ ആവശ്യമില്ല. തമ്പ്രാ തമ്പുരാനെ, ഇനി നിങ്ങളല്ല, ഞാനിവിടെ വായി. ഒന്ന് എൻ്റെ മോതിരം നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം മനുഷ്യൻ. വാ വേമ്പ, സമയങ്ങളല്ലേ. ഇതാണോ വീട്? പണ്ടത്തെ രാജവട്ടാരായിരുന്നു. ഇപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? രാജവട്ടാരത്തിന്റെ പഴയ പോലെയൊക്കെയുള്ള കക്കൂസായിരുന്നു തോന്നുന്നു. കക്കൂസോ? ഇതോ? മനസ്സിലായി. ഒന്നുമില്ല, പണ്ടത്തെ രാജവട്ടാരായിരുന്നല്ലോ. പൊളിച്ച് ഇങ്ങനെ ആക്കിയതാ. എന്ത് ചെയ്യാ? ഇതാണ് വീട്. ഇവിടെയാണ് നിങ്ങൾ ഇനി താമസിക്കാൻ പോകുന്നത്. പക്ഷെ ഈ വീട് പണിതിന്റെ പേരിലുണ്ടല്ലോ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. ചരിത്രം? പിന്നെ 4-5 മേസ്ത്രിമാരുണ്ടായിരുന്നു. ഈ 5 മേസ്ത്രിമാരും കല്ലും മണലും സിമെന്റും ഒക്കെ വെച്ചിട്ട് ഈ വീട് പണിതേക്കണം. അതുകൊണ്ടാ അത് കമ്പിയാ ജനലിനകത്ത്. അത്രയും പാരമ്പര്യമുള്ള ഈ വീട്ടില് താമസിക്കാൻ പറ്റിയ നിങ്ങളുടെ വിജയം, അഭിമാനം. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു വീട് ഇനി കിട്ടാനില്ല ഈ ഏരിയയിൽ. നമ്മുടെ ഭാഗ്യാണല്ലേ. 4 മേസ്ത്രിമാരൊക്കെ പണിത വീടാണ് നമ്മളിപ്പോ കയറി കിടക്കാൻ പോകുന്നത്. കല്ല് സിമെന്റ് കൊണ്ടൊക്കെ. പിന്നെ അല്ലാണ്ട് ഇത്രയും പാരമ്പര്യ ചരിത്രം ഉറങ്ങുന്ന മണലാണ് നിങ്ങൾ നിന്ന് കളിക്കുന്നത്. അകത്ത് കയറുന്നു. എന്തോരം ചരിത്രം നിങ്ങൾ തട്ടി അകത്തിരിക്കണമെന്ന് അറിയാവോ? ചരിത്രം? ആ പഴയ കിണ്ടിയും വിളക്കത്തെ ചരിത്രം അങ്ങോട്ട് നിന്നവരുള്ള പിന്നെ കുറെ ആൾക്കാരും ഉണ്ട് അകത്ത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാം. ഇല്ല, ഒരാളും കൂടെ വരാണ്ട്. അവന് ഓണ്ടായ നിങ്ങളെ പോലെ തന്നെയാ. ഞങ്ങളെ പോലെ
നിങ്ങളപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആൾക്കാരാണ്. അതെ അതെ ഞങ്ങൾ അത്ര ഇല്ല. എന്തായാലും നിങ്ങൾ അകത്ത് താക്കോല ആ കണ്ണട അവിടെ ഇരിപ്പണ്ടാ. ബൈ ദ വേ ഞാൻ ഇനി ഏതെങ്കിലും വൈകുന്നേരം ഒക്കെ വരാം കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ടല്ലോ, ഏതെങ്കിലും വൈകുന്നേരം ഞാൻ വരും. അവൻ ഇതുവരെ വരാത്തെ? വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കണില്ലോ. ദൈവമേ, അവൻ വല്ല മറുതയും കാട്ടുവാക്കാനും വല്ല പിടിച്ചാ? വെറുതെ ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പൊ വരുമായിരിക്കും. ഒരു റിയാക്ഷനാണ് എന്നെ കണ്ടത് നിങ്ങൾക്ക്. അയ്യോ, സെലിബ്രിറ്റി അല്ലേ വന്നത്? നിങ്ങൾക്ക് വേണ്ടി ഓരോ കാടിയും മലയും ചാടി ഹിപ്പപ്പൊട്ടാമസ് പുലിയൊക്കെ ആടി യുദ്ധം ചെയ്താണ് ഞാനിവിടെ വന്നത്. അവിടെ കാടില്ലല്ലോ. ഏയ് വഴി കൂടെ വന്നപ്പോഴത്തെ അവിടെ കാടല്ലേ? അത് കാടല്ലടാ, ഇതെന്നത്? അവരെ ചെടി വളർത്തിയേക്കുന്ന ആ വീട്ടുകാര്. അപ്പൊ ഞാൻ കൊന്നതിനകത്തിന് അതല്ല ആരണേ. എന്തായാലും ഈ പട്ടിക്കാട്ടി വന്ന് കയറി എനിക്ക് ഗുണം കിട്ടി. എന്താ? അതൊരു സാധനമാണ്, കാണിച്ചില്ല. സാധനം കിട്ടി, കയറി ഒന്ന് കിട്ടിയാ സ്വർണ്ണ. സ്വർണ്ണ ഇത്? അതെ, ഇത് സ്വർണ്ണ ആണ് തോന്നുന്നു. തോന്നല്ല, സ്വർണ്ണ അല്ലാത്ത. എന്താ ഞാൻ കുഴപ്പം, ഞാൻ ഇട്ടോ വല്ലതും പറയും. ഈ മോതിരം അങ്ങനെ തരാനൊന്നും പറ്റില്ല. ഞാൻ കാടും പള്ളയും ചാടി പുലിയും സിംഹമൊക്കെ ഇടികൂടി മേടിച്ച മോതിരം. കുഴപ്പമില്ല, സ്നേഹത്തോടെ ആ സിംഹം എനിക്ക് വന്ന മോതിരം. നിങ്ങളൊന്നും പറയത്തില്ല. നീ 2 ദിവസം ഇടാതെ സിംഹം പുലി ഒന്നും പറയത്തില്ല, ഞാൻ പറയും. 2 ദിവസം തിരിച്ചു വന്നിരിക്കും. അതെ അതെ 2 ദിവസം ഞാൻ ഇപ്പൊ വരാട്ടാ. എവിടെ പോവാതിട്ടാൻ പോയിരിക്കും. സ്വർണ്ണല്ലോ. സ്വർണ്ണ എന്നിട്ട് ഇച്ചിരി പോലും ബോധമില്ലടാ നിനക്ക്. അവൻ പലതും പറയും. ഈ സ്വർണ്ണ എന്നാലും അവൻ കാടും പള്ളയൊക്കെ ചാടി പുലി സിംഹമായിട്ട് യുദ്ധം ചെയ്ത് സിംഗല്ലടാ നിന്റെ അപ്പൻ രായറ്റ പൊന്നടാ. എന്നാലും ഇട്ട് നോക്കിട്ട് വേഗം ചെറിയ ഇത് കിട്ടും. എന്താ